വായനയിൽ നിന്ന് ശക്തിയും ഊർജ്ജവും ഉൾക്കൊള്ളണമെന്ന് സെന്റ് സ്റ്റീഫൻസ് കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഫാദർ കെ എബ്രഹാം പറഞ്ഞു. മാതൃഭൂമിയുടെ മധുരം മലയാളം പദ്ധതി മൗണ്ട് താബോർ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വായനയിൽ നിന്നും ശക്തിയും ഊർജ്ജവും ഉൾക്കൊണ്ട് കരുത്തുള്ളവരും കർമ്മശേഷിയുള്ളവരുമായി മാറാൻ അദ്ദേഹം വിദ്യാർത്ഥികളെ ഉപദേശിച്ചു. വായിച്ചാൽ വെളിച്ചമുള്ളവരായി മാറുമെന്നും വായിച്ചില്ലെങ്കിൽ അജ്ഞതയുടെ ഇരുട്ട് ബാധിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മൗണ്ട് താബോർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1, +2 വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി മാതൃഭൂമി പത്രം സ്പോൺസർ ചെയ്ത പ്രമുഖ കമ്പ്യൂട്ടർ വ്യാപാര കേന്ദ്രമായ പത്തനാപുരം PC ഹോംസ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് സെന്റർ ഉടമ അജാസിനെ അദ്ദേഹം അഭിനന്ദിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ എബ്രഹാം വർഗീസ് സ്വാഗതം ആശംസിച്ചു. പ്രമുഖ മാധ്യമ സാംസ്കാരിക പ്രവർത്തകനായ പ്രദീപ് ഗുരുകുലം പത്രത്തിന്റെ ആദ്യ പ്രതി വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് നൽകി. ലോകം കണ്ട പ്രമുഖരും ഉന്നതന്മാരുമായ പലരും വായനയിലൂടെ വളർന്നവരാണെന്നും വായനയുടെ മഹത്വം മനസ്സിലാക്കുന്നവരാണ് മഹത്വമുള്ളവരും ഉന്നതന്മാരുമായി തീർന്നിട്ടുള്ളതെന്നും പ്രദീപ് ഗുരുകുലം പറഞ്ഞു. പത്രവായനയിൽ നിന്നും മാതൃഭാഷയിൽ നിന്നും വിദ്യാർത്ഥികളും വളർന്നുവരുന്ന തലമുറയും അകന്നുപോകുന്ന സാഹചര്യത്തിൽ മാതൃഭൂമി പത്രം കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനും മലയാള ഭാഷയുടെ മഹത്വവും പാരമ്പര്യവും പരിപോഷിപ്പിക്കുന്നതിനുമായി നടപ്പാക്കുന്ന മധുരം മലയാളം പുത്തൻ കാലഘട്ടം ആവശ്യപ്പെടുന്ന വൈജ്ഞാനിക കർമ്മ പദ്ധതിയാണെന്നും പ്രദീപ് ഗുരുകുലം പറഞ്ഞു. മാതൃഭൂമി സർക്കുലേഷൻ വിഭാഗം പ്രവർത്തകരായ ബിജു, മനോജ്, മധുരം മലയാളം സ്പോൺസർ PC ഹോംസ് ഉടമ അജാസ് എന്നിവർ സന്നിഹിതരായിരുന്നു.